ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ നമ്മുടെ പൊന്നാനിക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടമാലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു മുട്ടമാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ച ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്ന് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. എല്ലാ മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിൽ നിന്ന് മഞ്ഞ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മഞ്ഞ നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയാണ് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം ആ ഒരു രീതിയിൽ മഞ്ഞയും വെള്ളയും കൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ മഞ്ഞയും കൂടിയിട്ട് ഇവിടെ ഈ ഒരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ടോട്ടൽ 20 മുട്ടയുടെ മഞ്ഞയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അതിലുള്ള ആ ഒരു പാടൊക്കെ ഒന്ന് നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു അരിപ്പയിൽ അത്യാവശ്യം പാട കണ്ടില്ല. അപ്പോൾ നമ്മളിത് ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഒരു പാട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു നൂല് പോലെ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിത് എളുപ്പത്തിലൊന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട് ഈ ഒരു മുട്ടയുടെ മഞ്ഞ നമുക്കൊരു കുപ്പിയിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു കുപ്പിയുടെ മൂടിയിൽ ഞാൻ ഇതുപോലൊരു 5 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 ഹോൾ തന്നെ ഇടാൻ നിങ്ങളും ശ്രദ്ധിക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അതേ സെയിം കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഈ ഒരു പഞ്ചസാര നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ വെള്ളയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു പഞ്ചസാരയിലുള്ള അഴുക്കൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മേൽഭാഗത്ത് പൊന്തിയിട്ടുള്ള ആ ഒരു അഴുക്കൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ ഒരു 4-5 പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു 4-5 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മുടെ പഞ്ചസാര ലായനി നല്ലപോലെ തന്നെ ക്ലിയറായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ഇതേപോലെ കുറച്ച് വെള്ളം നമ്മുടെ ആ ഒരു സൈഡിൽ മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു ഷുഗർ സിറപ്പിലേക്ക് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ആദ്യം ഒഴിക്കുന്ന ആ ഒരു മുട്ട വെള്ള കളറായിട്ട് ഇങ്ങനെ മാറും. ഒരു 2 സെക്കൻഡൊക്കെ വെക്കുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു മുട്ട നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാ ഭാഗം ഒരേപോലൊരു വെള്ള കളറായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളത്തിൽ നിന്നും കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. അത് വെള്ളം എന്തിനാണ് കുടയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മുട്ടമാല എടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഷുഗർ സിറപ്പ് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു മാല ആയിട്ടുണ്ട്. നമുക്കിത് ആ ഒരു ഷുഗറിൽ നിന്നും എടുത്തു മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ മുട്ടമാല എടുത്തു വെക്കുന്ന ആ ഒരു പാത്രം ഇതേപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു മുട്ടമാലയിലുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ബാലൻസ് ഉള്ളത് നല്ലപോലെ തന്നെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാത്രം നമ്മൾ നല്ല രീതിക്ക് തന്നെ ഒന്ന് ചെരിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളം വെച്ചിട്ട് നമുക്കിതിൻ്റെ സുറുക്ക ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിൽ നിന്നും പകുതി ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറേ മുട്ട ഉള്ളതുകൊണ്ട് തന്നെ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വനില എസൻസ് എന്തായാലും ഒഴിച്ചു കൊടുക്കുക. ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മുട്ടമാല ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള മിക്സ് ഞാനിതുപോലെ ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു പാത്രം കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 20-25 മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടസുർക്കയും മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.